ഹലോ മുത്തുമണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്നാക്സിന്റെ റെസിപ്പി കണ്ടാലോ? ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അതിനൊരു 7-8 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. ഒരു 3 കോഴിമുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി, ഒരു 3/4 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില, ഒരു തക്കാളി കട്ട് ചെയ്തത്, ഒരു സവാള കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, ഇഞ്ചി പൊടിയായി അരിഞ്ഞതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നിൻ്റെ മോളും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഹെൽപ്പായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ബ്രെഡ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒരു ബൗൾക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള കട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് ഇതിൽ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കാണ് കേട്ടോ ഇടുന്നത്. ഇനി ഇതിൽ കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആ അരിപ്പൊടിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ 3/4 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1 സ്പൂണ് ഗരം മസാലയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഗരം മസാലയുടെ പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഇങ്ങനെ പരത്തിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കോഴിമുട്ടയുടെ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കാം. ഇതിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് കൈയായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇത് മൊത്തം ഒന്ന് കവറായി കിട്ടണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതായത് എല്ലാതും നമ്മളിവിടെ ഫില്ലിംഗ് ആക്കി ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം അതാ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ ഇതെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.